ഹലോ, അസ്സാം വലൈക്കും. അപ്പോൾ മധുരമൊക്കെ ഇഷ്ടപ്പെടുന്നവരുടെ ഫേവറേറ്റ് ആയിട്ടുള്ള ഒരു ഐറ്റമാണ് കേട്ടോ ഇന്ന് നമ്മൾ റെഡിയാക്കി എടുക്കുന്നത്. അപ്പോൾ ഇത് റെഡിയാക്കി എടുക്കാനായിട്ട് അത്യാവശ്യം വലുപ്പത്തിലുള്ള 3 പഴമാണ് കേട്ടോ ഞാനിവിടെ എടുത്തിട്ടുള്ളത്. അപ്പോൾ അതാ ഇതുപോലെ ചെറിയ പീസായിട്ട് കട്ട് ചെയ്തെടുത്തതിന് ശേഷം നമുക്ക് ഇതിനെ സ്റ്റീമറിലേക്ക് വെച്ചിട്ട് ഒന്ന് ആവിയിൽ വേവിച്ചിട്ടെടുക്കാം. അപ്പോൾ നമ്മുടെ പഴം വെന്ത് വരുന്ന ആ ഒരു സമയത്തിൻ്റെ ഉള്ളിൽ തന്നെ നമുക്ക് ഇതിലേക്കുള്ളൊരു ഫില്ലിങ് കൂടെ റെഡിയാക്കി എടുക്കണം. അപ്പോൾ അതിനായിട്ട് ഞാനിവിടെ ഒരു പാൻ വെച്ച് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് 1 ടീസ്പൂൺ നെയ്യ് ചേർത്ത് കൊടുത്തതിന് ശേഷം കുറച്ച് അണ്ടിപ്പരിപ്പും മുന്തിരിയും കൂടെ ചേർത്ത് കൊടുത്ത് നല്ല രീതിയിലൊന്ന് റോസ്റ്റ് ചെയ്തിട്ടെടുക്കാം. ഇനി അടുത്തത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് ചിരകിയെടുത്തിട്ടുള്ള തേങ്ങയാണ്. അപ്പോൾ ഒരു 3/4 കപ്പ് തേങ്ങയാണ് കേട്ടോ ഞാനിതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ തേങ്ങ ചെറുതായിട്ട് തന്നെ ഒന്ന് റോസ്റ്റ് ചെയ്തെടുത്തതിന് ശേഷം ഇതിലേക്ക് മധുരത്തിന് ആവശ്യമായിട്ടുള്ള പഞ്ചസാര ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഞാനിപ്പോൾ ഇവിടെ 2 ടേബിൾ സ്പൂൺ പഞ്ചസാരയാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. പിന്നെ ഇതിലേക്ക് ഇതെല്ലാം കൂടെ ഒന്ന് മെൽറ്റായി കിട്ടാൻ വേണ്ടിയിട്ട് 1 ടേബിൾ സ്പൂൺ വെള്ളവും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ഈ ഒരു ഫില്ലിങ് നല്ലൊരു സോഫ്റ്റായി കിട്ടാൻ വേണ്ടിയിട്ട് മാത്രമാണ് വെള്ളം ചേർത്ത് കൊടുത്തിട്ടുള്ളത്. അതുപോലെ തന്നെ പഞ്ചസാരയുടെ അളവ് വേണമെങ്കിൽ കൂട്ടിയിട്ട് എടുക്കാം കേട്ടോ. ഇതിപ്പോൾ ഒരു നേരിയ മധുരത്തിൽ മാത്രമാണ് കിട്ടിയിട്ടുള്ളത്. അപ്പോൾ കുറച്ചധികം മധുരം വേണം എന്നുള്ളവർക്ക് ഒരു 3-4 ടേബിൾ സ്പൂണോളം പഞ്ചസാര ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് ഒരു ഫ്ലേവറിനായിട്ട് കുറച്ച് ഏലക്കയും പഞ്ചസാരയും പൊടിച്ചെടുത്തത് കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി എല്ലാം കൂടെ ചേർത്ത് ഒന്നുകൂടെ മിക്സ് ചെയ്തെടുത്ത് നമ്മുടെ ഇതിലെ ഒരു വെള്ളം ഒരു 3/4 ഭാഗത്തിലധികം വറ്റി വന്നിട്ടുണ്ടെങ്കിൽ പിന്നെ നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് മുട്ടയാണ്. അപ്പോൾ ഞാൻ അപ്പോൾ അവിടെ 2 മുട്ടയാണ് കേട്ടോ ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. ഇനി കൂടുതൽ മധുരം ഇഷ്ടപ്പെടുന്നവരാണെങ്കിൽ മുട്ടയിൽ ഈ ഒരു സമയത്ത് പഞ്ചസാര ചേർത്ത് കൊടുത്താലും മതി കേട്ടോ. അതാ എല്ലാം കൂടെ നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് യോജിപ്പിച്ചിട്ടെടുക്കണം. അപ്പോൾ ഇതിലെ വെള്ളമൊക്കെ ഫുള്ളായിട്ടൊന്ന് ഡ്രൈ ആയി വന്നിട്ടുണ്ടെങ്കിൽ നമുക്കിതിൻ്റെ ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ അതാ നമ്മുടെ ഫില്ലിംഗ് അവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ഈ ഒരു സമയം കൊണ്ട് തന്നെ നമ്മുടെ പഴം നല്ല രീതിയിൽ തന്നെ വെന്ത് വന്നിട്ടുണ്ട് കേട്ടോ. ഇനി ഇതിനെ നമുക്ക് ഓരോന്നായിട്ട് ഇതിൽ നിന്നും മാറ്റി കൊടുത്ത് അതിൻ്റെ തൊലിയൊക്കെ ഒന്ന് കളഞ്ഞെടുത്തതിന് ശേഷം നല്ല രീതിയിൽ തന്നെ ഇതിനൊന്ന് ഉടച്ചെടുക്കാം. അപ്പോൾ അത് നല്ല ചൂടോട് കൂടെ വേണം കേട്ടോ ഇത് ഉടച്ചെടുക്കാനായിട്ട്. അപ്പോഴാണ് നല്ല രീതിയിൽ തന്നെ നമുക്ക് ഉടച്ചെടുക്കാൻ പറ്റുള്ളൂ. അതുപോലെ നല്ല സോഫ്റ്റ് ആയിട്ടും കിട്ടുകയുള്ളൂ കേട്ടോ. അപ്പോൾ ഇതാ എല്ലാം തന്നെ ഞാൻ ഇതുപോലെ സ്മാഷർ യൂസ് ചെയ്തിട്ട് നല്ല രീതിയിലൊന്ന് ഉടച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ എല്ലാം കൂടെ നല്ല രീതിയിൽ ഉടച്ചെടുത്തതിന് ശേഷം നമുക്കിതിനെ കൈവച്ചിട്ട് ഒന്നുകൂടെ ജസ്റ്റ് ഒന്ന് കുഴച്ചെടുക്കാം. അപ്പോൾ ആ ഒരു സമയത്ത് കുറച്ചധികം ലൂസായിട്ട് തോന്നുന്നുണ്ടെങ്കിൽ നമുക്കിതിലേക്ക് ഒരു അല്പം അരിപ്പൊടി ചേർത്തൊന്ന് ടൈറ്റാക്കി എടുക്കാം കേട്ടോ. ഇനി കയ്യിൽ കുറച്ചൊന്ന് വെളിച്ചെണ്ണ സ്പ്രെഡാക്കി കൊടുത്തതിന് ശേഷം അതിൽ നിന്നും ചെറിയ പോർഷൻസ് എടുത്തിട്ട് ഇതുപോലെ കയ്യിൽ വെച്ചിട്ട് ഒന്ന് പരത്തി എടുത്തതിന് ശേഷം അതിനുള്ളിലായിട്ട് നമ്മൾ റെഡിയാക്കി എടുത്തിട്ടുള്ള ഫില്ലിങ് വെച്ച് കൊടുക്കാം. അപ്പോൾ കയ്യിൽ നല്ല രീതിയിൽ തന്നെ ഓയിൽ സ്പ്രെഡാക്കി കൊടുത്തതിന് ശേഷം ഇതുപോലെ നമ്മൾ പരത്തിയെടുക്കുകയാണെന്നുണ്ടെങ്കിൽ കയ്യിൽ ഒട്ടും തന്നെ ഒട്ടിപ്പിടിക്കില്ല, നല്ല രീതിയിൽ തന്നെ കിട്ടും. ഇനി ഇതിൻ്റെ മുകൾ ഭാഗമൊക്കെ നല്ല രീതിയിലൊന്ന് ഒട്ടിച്ചെടുത്തതിന് ശേഷം കയ്യിൽ വെച്ചിട്ട് തന്നെ ഇതുപോലെ ഒന്ന് പ്രസ് ചെയ്ത് ഷേപ്പാക്കി എടുത്താൽ മതി. അപ്പോൾ നല്ല അടിപൊളിയായിട്ടുള്ള നമ്മുടെ ഉന്നക്കായ ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഇനി ബാക്കിയുള്ളതെല്ലാം തന്നെ സെയിം രീതിയിൽ തന്നെ നമുക്ക് റെഡിയാക്കി എടുക്കാം. അപ്പോൾ കഴിയുന്നതും നമ്മൾ കുക്കറിൽ വെള്ളം ഒഴിച്ചിട്ട് പഴം വേവിച്ചെടുക്കുന്നതിന് പകരമായിട്ട് ഇതുപോലെ ആവി കയറ്റിയിട്ട് വേവിച്ചെടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഒട്ടും തന്നെ വെള്ളം കൂടിപ്പോവാതെ നല്ല കറക്റ്റായിട്ട് തന്നെ കിട്ടും കേട്ടോ. അപ്പോൾ ഇതിൻ്റെ മുകൾ ഭാഗവും ഞാൻ ഇതുപോലെ ഒട്ടിച്ച് കൊടുക്കുന്നുണ്ട്. ഇനി കൂടുതൽ വലിപ്പം വേണമെന്നുള്ളവർക്കാണെന്നുണ്ടെങ്കിൽ നമ്മൾ എടുക്കുന്ന ബോൾസിൻ്റെ വലിപ്പം കൂട്ടിയെടുത്ത് അത്യാവശ്യം വലിപ്പത്തിൽ കയ്യിൽ വെച്ചിട്ട് പരത്തിയെടുത്താൽ മതി. അപ്പോൾ എല്ലാതും ഞാൻ ഇതേ രീതിയിൽ ഇവിടെ റോൾ ചെയ്ത് മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി ഇതിനെ നല്ല തിളച്ച എണ്ണയിലിട്ടിട്ട് നമുക്കൊന്ന് ഫ്രൈ ചെയ്തിട്ടെടുക്കാം. അപ്പോൾ വളരെ സിമ്പിളാണ് ഇത് റെഡിയാക്കി എടുക്കാനായിട്ട്. കുറഞ്ഞ സമയത്തിൻ്റെ ഉള്ളിൽ തന്നെ നമുക്ക് റെഡിയാക്കി എടുക്കാനും പറ്റും. നല്ല പോലെ എണ്ണ ചൂടായതിന് ശേഷം മാത്രമാണ് കേട്ടോ ഇതിൻ്റെ എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കേണ്ടത്. ഇനി ഇതിനെ എല്ലാ സൈഡൊന്ന് ഗോൾഡൻ കളറായി വരുന്നത് വരെ തിരിച്ചു മറിച്ചു വിട്ടിട്ട് ഒന്ന് ഫ്രൈ ചെയ്തിട്ടെടുക്കാം. അപ്പോൾ നല്ല രീതിയിൽ തന്നെ ഗോൾഡൻ കളറായി വന്നിട്ടുണ്ട്. ഇനി ഇതിനെ നമുക്ക് പാനിൽ നിന്നും മാറ്റി കൊടുക്കാം. ഒട്ടും പൊട്ടിയൊന്നും പോവാതെ നല്ല രീതിയിൽ തന്നെ എല്ലാതും ഞാനിവിടെ ഫ്രൈ ചെയ്ത് മാറ്റി വെച്ചിട്ടുണ്ട്. അപ്പോൾ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള നമ്മുടെ ഉന്നക്കായ ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു രീതിയിൽ ട്രൈ ചെയ്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ എന്തായാലും ഒരിക്കലും ഫ്ലോപ്പ് ആവില്ല കേട്ടോ.